കുറേ നാളായി വീഡിയോ ഒക്കെ ചെയ്തിട്ട്. അപ്പോൾ ബാക്ക് ടു വീഡിയോസ്. ഇന്ന് 27 ഒക്ടോബർ മൺഡേ ഗോൾഡ് അറൗണ്ട് 1400 പിപ്സിനടുത്ത് ഫോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഐ എക്സ്പെക്ട് യു ഗൈസ് ഗോട്ട് എ ഗുഡ് ഫോൾ ടുഡേ. ബട്ട് ആക്ച്വലി നമ്മുടെ എക്സ്പെക്ടേഷൻ ഇന്ന് രാവിലെ ബൈയിങ് ആയിരുന്നു. പക്ഷേ ദർ വാസ് എ ന്യൂസ് ലൈക്ക് US ചൈന താരിഫിൻ്റെ ഒരു ചെറിയൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അതൊരു കോംപ്രമൈസ് ആയ സ്ഥിതിക്ക് ഗോൾഡിന്റെ ഫോള്, അതായത് USDയുടെ ഒരു ഗുഡ് ഡയറക്ഷൻ ചേഞ്ച് എക്സ്പെക്റ്റഡ് ആയിരുന്നു. അത് കാരണമാണ് ഗോൾഡ് ഇന്ന് ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നത്. ആക്ച്വലി നമ്മുടെ മെയിൻ ട്രേഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ എക്സ്പെക്ട് ചെയ്ത ഫസ്റ്റ് ട്രേഡ്സ് വാസ് അറൌണ്ട് ദിസ് ലെവൽ. ബൈയിങ് ആയിരുന്നു നമ്മൾ എക്സ്പെക്ട് ചെയ്തത്. ആക്ച്വലി ഏഷ്യൻ സെഷനിൽ അവിടെ നിന്ന് ഒരു ബൈയിങ് വന്നിട്ടുണ്ടായിരുന്നു. ആ ബൈയിങ് വന്നിട്ട് ഈ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്യുമ്പോൾ നമ്മൾ ബൈയിങ് ആണ് എക്സ്പെക്ട് ചെയ്തത്. അപ്പോൾ ആ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്തു. നമ്മൾ മെയിൻലി ട്രേഡ് ചെയ്യുന്നത് ലണ്ടൻ സെഷനും ന്യൂയോർക്ക് സെഷനുമാണ്. അപ്പം ലണ്ടൻ സെഷനിൽ നമ്മൾ ഇതൊരു റീട്രേസ്മെന്റ് ക്യാച്ച് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്തു. ബട്ട് സ്റ്റിൽ മാർക്കറ്റ് ഫെയിൽ ചെയ്ത് കഴിഞ്ഞിട്ട് നോർമൽ താഴോട്ട് പുഷ് ചെയ്തിട്ട് ഈ ഒരു ലെവല് മാർക്കറ്റ് ബ്രീച്ച് ചെയ്തു. ഈ ഒരു ലെവല് ബ്രീച്ച് ചെയ്തപ്പോഴത്തേക്ക് നമ്മുടെ വ്യൂ എന്തായി? ബെയറിഷിലോട്ടായി. ആൻഡ് നമ്മൾ എടുത്ത 2-3 ട്രേഡ്സ് ഉണ്ട്. നമ്മൾ ടോട്ടൽ 1 2 3 4 ട്രേഡ്സ് എടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ ഫസ്റ്റ് ട്രേഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ലാസ്റ്റ് മൺഡേ ചെക്ക് ചെയ്യുകയാണെങ്കിൽ ഇതേപോലെ ഏഷ്യൻ ഒരു ഫോള് തന്നിട്ട് ലണ്ടനിൽ ഒരു ഡിസെൻഡിങ് ട്രയാങ്കിൾ പാറ്റേൺ ആയിരുന്നു ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് ബ്രേക്ക് ചെയ്തപ്പോൾ നല്ലൊരു ഫോളാണ് നമുക്ക് ന്യൂയോർക്ക് സെഷനിൽ കാണിച്ചിട്ടുണ്ടായിരുന്നത് ലാസ്റ്റ് മൺഡേ. സോ ഇന്നും ഗോൾഡ് സെയിം പാറ്റേൺ ആണ് മാർക്കറ്റിൽ ക്രിയേറ്റ് ചെയ്തത്. ഒരു ഡിസെൻഡിങ് ട്രയാങ്കിൾ മാർക്കറ്റിൽ ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ ഈ ഒരു ഡിസെൻഡിങ് ട്രയാങ്കിളിൻ്റെ ബ്രേക്കൗട്ടിൽ നമ്മൾ ട്രേഡ് എടുത്തു. ആൻഡ് വി കെപ്റ്റ് അറ്റ് സ്റ്റോപ്പ് ലോസ് ലിറ്റിൽ അബവ് ദാറ്റ് ബിക്കോസ് ഒരു ലിക്വിഡിറ്റിക്ക് ചാൻസ് ഉണ്ടായിരുന്നതുകൊണ്ട്. നമ്മുടെ പ്രോഫിറ്റ് എവിടെ വെച്ചതെന്ന് വെച്ചാൽ ലാസ്റ്റ് വീക്ക് നമ്മൾ ഗോൾഡ് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ 15 മിനിറ്റ്സിൽ ഈ ഒരു ചാനലിനകത്ത് കിടന്നായിരുന്നു ഗോൾഡ് കളിച്ചത്. അപ്പോൾ ഇവിടെ ബയേഴ്സിൻ്റെ നല്ലൊരു പോർഷൻസ് ഇവിടെയും എല്ലാം നിൽപ്പുണ്ട്. അപ്പോൾ മാർക്കറ്റിന് ഇനി മുകളിലോട്ട് പോകണം എന്നുണ്ടെങ്കിൽ പോലും ഈ ബയേഴ്സിൻ്റെ എല്ലാം ലിക്വിഡിറ്റി എടുത്തിട്ടേ മാർക്കറ്റ് പോകത്തുള്ളൂ. സോ ദിസ് ലിക്വിഡിറ്റി വാസ് അവർ ടേക്ക് പ്രോഫിറ്റ്. സോ അത് നമ്മൾ ഫസ്റ്റ് ഒരു ട്രേഡ് ഈ 5 മിനിറ്റ്സിൽ ഈ ചാനൽ ബ്രേക്ക് ചെയ്തപ്പോൾ എൻട്രി ചെയ്തിട്ടുണ്ടായിരുന്നു. സെക്കൻഡ് ട്രേഡ് നമ്മുടെ US സെഷൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ നമ്മുടെ കൺഫർമേഷൻസ് 1 മിനിറ്റിലെ സ്ട്രക്ചർ കൺഫർമേഷൻസും 5 മിനിറ്റിലെ ക്യാൻഡിൽ സ്റ്റിക് പാറ്റേൺ വെച്ച് നമ്മൾ സെക്കൻഡ് ട്രേഡും അവിടെ എൻ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഈ ട്രേഡ്സ് ഓൾറെഡി നമ്മൾ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഡിസെൻഡിങ് ട്രയാങ്കിൾ ഫോം ചെയ്യാൻ നേരത്ത് നമ്മൾ ആ ഒരു ട്രേഡ് മാർക്കറ്റിൽ നമ്മുടെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഒരു ലിക്വിഡിറ്റി എടുത്തു കഴിഞ്ഞിട്ട് എന്തായാലും തിരിച്ച് കുറച്ച് ബൈയിങ് പ്രോബബിലിറ്റി എന്തായാലും മാർക്കറ്റിൽ വരും, ബിക്കോസ് ദാറ്റ് വാസ് ക്ലിയർലി എ ലിക്വിഡിറ്റി ഹണ്ട്. സോ ആ ഒരു ബൈയിങ് പ്രോബബിലിറ്റിയിൽ നമ്മൾ ഒരു ബൈയിങ് കൺഫർമേഷനിൽ മാർക്കറ്റിൽ ഫസ്റ്റ് ട്രേഡ് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബട്ട് അത് സ്റ്റോപ്പ് ലോസ് അടിച്ചു. സെക്കൻഡ് ട്രേഡ് നമുക്ക് സെയിം ലെവലിൽ തന്നെ നമുക്കൊരു സെക്കൻഡ് ട്രേഡ് കിട്ടി. സെക്കൻഡ് ട്രേഡ് എങ്ങനെ കിട്ടിയെന്ന് ചോദിച്ചാൽ മാർക്കറ്റ് നിങ്ങൾ ഗോൾഡ് ട്രേഡ് ചെയ്യുന്നവരാണെങ്കിൽ ഏറ്റവും കൂടുതൽ മാർക്കറ്റിൽ ശ്രദ്ധിക്കേണ്ട ഒരു സ്ട്രക്ചർ ഉണ്ട്. ആ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ആദ്യം മാർക്കറ്റ് ഒരു സപ്പോർട്ടോ റെസിസ്റ്റൻസോ ക്രിയേറ്റ് ചെയ്യും, എന്നിട്ട് അത് ബ്രേക്ക് ചെയ്യും, പിന്നെ അത് റീടെസ്റ്റ് ചെയ്യും, പിന്നെ ഈ ഒരു ലിക്വിഡിറ്റി ഹണ്ട് ചെയ്തിട്ട് ഇവിടെ ഒരു 1 മിനിറ്റിൻ്റെ ക്യാൻഡിൽ സ്റ്റിക് പാറ്റേൺ തരും. ഓക്കെ, ദാറ്റ്സ് ഫസ്റ്റ് കൺഫർമേഷൻ. സെക്കൻഡ് കൺഫർമേഷൻ 5 മിനിറ്റിൽ അവിടെ ഒരു ബുള്ളിഷ് ക്യാൻഡിൽ ഫോം ആവണം. അപ്പോൾ നമുക്ക് അവിടെ എൻട്രി എടുക്കാം. നോർമലി ഞാൻ പ്ലേസ് ചെയ്യുന്നത് 1:3 ട്രേഡ്സ് ആണ്. എൻ്റെ ട്രേഡ്സ് എല്ലാം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് എല്ലാ ട്രേഡ്സും 1:3 ട്രേഡ്സ് ആണ്. ബട്ട് മാർക്കറ്റിന് ഇവിടെ ഈ ഒരു ലെവൽ 4008 വരെ വരാനുള്ള പ്രോബബിലിറ്റി ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഇതൊരു റൗണ്ട് ഓഫ് ചെയ്ത് 1:4 വരെ പ്ലേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബട്ട് ഓൾറെഡി നമ്മൾ ട്രേഡ് ഓൾമോസ്റ്റ് 90% പൊസിഷൻസ് എക്സിറ്റ് ആയി. പിന്നെ നമ്മുടെ ലാസ്റ്റ് ഒരു ട്രേഡ് ഫുൾ പ്രോഫിറ്റ് അടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഹോൾഡ് ചെയ്യുകയാണ്. അപ്പം ഈ ട്രേഡും നമ്മൾ നമ്മുടെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. സ്റ്റോപ്പ് ലോസ് അടിച്ച ട്രേഡ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് പക്ഷേ സ്റ്റോപ്പ് ലോസ് അടിച്ചു. ഇത് നമ്മൾ ക്ലിയർ ആയിട്ട്
ആ ഒരു ട്രേഡ് ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇനി നാളെ ഇതേ ബൈങ് പാറ്റേൺ കണ്ടിന്യൂ ചെയ്ത് ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ മാത്രം നാളെ നമ്മൾ ബൈങ് പൊസിഷനിലോട്ട് ചെക്ക് ചെയ്യും. ഇല്ലെന്നുണ്ടെങ്കിൽ വി വിൽ സ്റ്റിൽ ബി ഓൺ സെല്ലിംഗ് പൊസിഷൻ. പക്ഷേ ആ സെല്ലിംഗ് പൊസിഷൻ എവിടെ എങ്ങനെയാന്നുള്ളത് നമ്മൾ ലൈവ് മാർക്കറ്റിൽ മാത്രമേ ചെക്ക് ചെയ്യത്തുള്ളൂ. സോ സ്റ്റേ അപ്ഡേറ്റഡ്. നമുക്ക് നാളെ എന്തെങ്കിലും പോസിബിലിറ്റീസ് വരികയാണെന്നുണ്ടെങ്കിൽ വിൽ ഡു എ ട്രേഡ് എക്സ്പ്ലനേഷൻ വീഡിയോ. സോ ഇത് പെയ്ഡ് കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ കോഴ്സ് കമ്മ്യൂണിറ്റി ഒന്നും അല്ല, കുറച്ച് ട്രേഡേഴ്സ് ഉള്ള ജസ്റ്റ് ഒരു ഗ്രൂപ്പ് മാത്രമാണ്. വേർ വി ഷെയർ അവർ ഐഡിയാസ്, അത്രയേ ഉള്ളൂ. സോ ഇതാണ് ഇന്ന് നമ്മൾ മൺഡേയിൽ എടുത്ത ട്രേഡിൻ്റെ എക്സ്പ്ലനേഷൻ. നമ്മുടെ എക്സ്പെക്റ്റേഷൻ എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് ഹാസ് ടു ഗോ അപ്പ്, ബട്ട് സെല്ലിങ്ങിലോട്ടാണ് പ്രഷർ. ഇവിടെ ഇത്രയും ഗ്യാപ്പ് കിടപ്പുണ്ട് മാർക്കറ്റിനെ സെല് ചെയ്യാൻ. ആൻഡ് റേറ്റ് കട്ടിന്റെ ഡിസിഷൻ വരാനുണ്ട്, എല്ലാം ഉണ്ട്. റേറ്റ് കട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഗോൾഡ് ഷുഡ് ഗോ ഇൻ ബൈയിങ്. സോ അതുകൊണ്ടായിരിക്കാം മാർക്കറ്റ് ഇപ്പോൾ ഒരു സെല്ലിംഗ് സ്ട്രക്ചറിലോട്ട് നിൽക്കുന്നത്, നല്ലൊരു ബൈയിങ് തരാൻ വേണ്ടിയിട്ട്. അതല്ല, റേറ്റ് കട്ടിന്റെ ഡിസിഷൻ ഓപ്പോസിറ്റാ വരുന്നതെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് സ്ലോലി ബൈയിങ് പൊസിഷനിലോട്ട് വന്ന് ഈ ഒരു ഏരിയ എത്തും. ഈ ഒരു ഏരിയ എത്തിയിട്ട് ഇവിടെ നിന്നായിരിക്കും സെല്ലിംഗ് ഇനിഷ്യേറ്റ് ചെയ്യുന്നത്. സോ ഇതാണ് നമ്മുടെ വ്യൂ എന്ന് പറഞ്ഞാൽ ഈ ഒരു വീക്കിലെ. ആൻഡ് വി ഡോണ്ട് ട്രേഡ് ഓൺ അസ്യൂംഡ് വ്യൂസ്, അസംഷൻസ്. നമുക്ക് അന്നേരം ഇന്ന് തന്നെ നമ്മൾ ബുള്ളിഷ് വ്യൂ ആയിരുന്നത്, മാർക്കറ്റ് ബെയറിഷിലോട്ട് ഷിഫ്റ്റ് ചെയ്തപ്പോൾ നമ്മളും ബെയറിഷിലോട്ട് ഷിഫ്റ്റ് ചെയ്തു. നമുക്ക് ട്രേഡ് എടുത്തു ലിക്വിഡിറ്റി ഹണ്ടിങ്ങിന്റെ ബേസിസിൽ. നമ്മൾ തിരിച്ച് ബൈങ്ങിൽ ഒരു ട്രേഡ് എടുത്തു. 1:3 നമ്മുടെ നോർമൽ ടാർഗറ്റ്. നമ്മൾ എടുക്കുന്ന ട്രേഡ്സ് എല്ലാവരും 1:3 ടാർഗറ്റ് കീപ്പ് ചെയ്തുകൊണ്ടാണ് ട്രേഡ്സ് എടുക്കുന്നത്. ബിക്കോസ് നമ്മൾ ജേണൽ ചെയ്ത് ട്രേഡ് ചെയ്ത് നമ്മുടെ എക്സ്പീരിയൻസിൽ നമ്മുടെ സ്ട്രാറ്റജി പ്രകാരം 1:3 എന്തായാലും തരും. 1:5, 6 ഒക്കെ പോകുന്ന ട്രേഡ്സ് ഉണ്ട്. ബട്ട് അതൊരു 30-40% കാണത്തുള്ളൂ. അപ്പോൾ അത്രയും റിസ്ക് എടുത്തിട്ട് നമുക്കൊരു ട്രേഡ് ഹോൾഡ് ചെയ്ത് അത്രയും പ്രോഫിറ്റ് എടുക്കേണ്ട കാര്യമില്ല. വിൽ എക്സിറ്റ് ബൈ 1:3. സോ ദാറ്റ്സ് എ ഗുഡ് പ്രോഫിറ്റ് ലെവൽ. സോ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ ട്രേഡ്സിൻ്റെ എക്സ്പ്ലനേഷൻസ്. സോ നമ്മൾ ഡെയിലി ട്രേഡ്സ് എങ്ങനെ വരുന്നു, നമ്മൾ ട്രേഡ്സ് എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു എന്നുള്ളതാണ്. ഇവിടെ ഇപ്പോൾ ഒരു ലോസ് വന്നു. നമ്മൾ റിസ്ക് മാനേജ്മെന്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ഒരു ട്രേഡിന് നമ്മൾ രണ്ടോ മൂന്നോ, ഇപ്പോൾ സെയിം ലോട്ടായിരിക്കും പക്ഷെ രണ്ടോ മൂന്നോ ആയിട്ട് ഡിവൈഡ് ചെയ്യും. അതിൽ ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ ലോസ് വന്ന എത്ര എമൗണ്ട് ആണോ ആ എമൗണ്ടിൽ നമ്മൾ ഫസ്റ്റ് ലോട്ട് നമ്മൾ എക്സിറ്റ് ആവും. എന്നിട്ട് സെക്കൻഡ് തേർഡ് ലോട്ട് നമ്മൾ ബ്രേക്ക് ഈവനിൽ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് കണ്ടിന്യൂ ചെയ്യാൻ വിടും. അപ്പോൾ പ്രൊട്ടക്ട് ദ ക്യാപിറ്റൽ, ദാറ്റ് ഈസ് എ ഫസ്റ്റ് തിങ് ടു നോട്ടീസ് ഇൻ ട്രേഡ്. നിങ്ങളുടെ ക്യാപിറ്റൽ എത്രത്തോളം നിങ്ങൾ പ്രൊട്ടക്ട് ചെയ്യാൻ ശ്രമിക്കുന്നോ അത്രത്തോളം നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസും, നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാൻ നിങ്ങളുടെ അക്കൗണ്ടും അവൈലബിൾ ആയിരിക്കും. സോ അക്കൗണ്ട് വാഷ് ഔട്ട് ആവാതെ അക്കൗണ്ട് എങ്ങനെ സേവ് ചെയ്യാം എന്നുള്ളതാണ് ട്രേഡിങ്ങിൽ ഫസ്റ്റ് നമ്മൾ ശ്രദ്ധിക്കുന്ന കാര്യം. സോ ഇത്രയേ ഉള്ളൂ. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.